പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ നോയമ്പ് കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ വീണ്ടും വളർത്തുവാൻ, ഞങ്ങളെ നയിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യ വചസ്സുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചസ്സുകളെല്ലാം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ഉള്ളിൽ ഫലമണിയുവാൻ ഇടയാക്കണമേ. വചനം വളർന്ന് ഫലദായകമായ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെ അനേകർ സൗഖ്യം അനുഭവിക്കുവാൻ, അനേകർ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, അവിടുത്തെ വചനം ഞങ്ങളിൽ നിറയുവാൻ അവിടുന്ന് കൽപ്പിക്കണമേ. ശതാധിപൻ പറഞ്ഞതുപോലെ അവിടുന്ന് ഒരു വാക്കരുളിയാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വചസ്സ് ഉരുവിടണമേ. പരിശുദ്ധ അമ്മേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായമാണ് ഉള്ളത്. 21-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ഇതിനുശേഷം യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഈ അധ്യായം തുടങ്ങുന്നത് ഇതിനുശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനുശേഷം എന്ന് പറയുമ്പോൾ എന്തോ നടന്നതിനു ശേഷം ആണ് എന്ന് നമുക്ക് ഏവർക്കും ആരും പറയാതെ തന്നെ മനസ്സിലാവും. എന്താണ് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ? പ്രധാനമായും 2 കാര്യങ്ങളാണ് നടന്നത്. 2 പ്രാവശ്യം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം തോമസ് ഇല്ലായിരുന്നു. 2ാമത്തെ പ്രാവശ്യം തോമസിന്റെ സാന്നിധ്യത്തിലും കൂടി ഈശോ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഈശോയുടെ ഈ 2 പ്രത്യക്ഷപ്പെടലിന് ശേഷം ഇവരെല്ലാവരും കൂടി തിബേരിയസ് കടൽ തീരത്ത് ഒരുമിച്ചിരുന്ന് അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവർക്ക് കിട്ടിയ ദൈവാനുഭവം അവരൊന്ന് പങ്കുവെച്ചതാണ് ഈ വെളിപ്പെടുത്തൽ എന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഇവിടെ ഈശോ അവർക്ക് അപ്പോൾ പ്രത്യക്ഷപ്പെടുന്നില്ല. പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഉഷസായപ്പോൾ കടൽക്കരയിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അതിനു മുമ്പ് ഈശോ അവർക്ക് വെളിപ്പെടുത്തപ്പെടുകയാണ്. വെളിപ്പെടുത്തലും പ്രത്യക്ഷപ്പെടലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യക്ഷപ്പെടൽ എന്ന് പറയുന്നത് അവരുടെ മുൻപിൽ വന്നു നിൽക്കുന്ന അനുഭവമാണ്. എന്നാൽ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അവരുടെ ബോധ്യതലത്തില് യേശുവിന്റെ അനുഭവവും യേശുവിന്റെ സ്നേഹവും ഒക്കെ വെളിപ്പെടുത്തപ്പെടുന്ന സമയങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന ചില അനുഭവങ്ങൾ അത് പ്രത്യക്ഷപ്പെടലല്ല. പല വെളിപ്പെടുത്തലുകൾ ഒരു പ്രത്യക്ഷപ്പെടലിന് പകരമായി മാറുവാൻ ഇടയുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നോക്കുക, ഇവിടെ പത്രോസും യോഹന്നാനും യാക്കോബും നഥാനയേലും തോമസും മറ്റു 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. അവർ ഒരുമിച്ചിരുന്നാണ് ഇവർ ഈ അനുഭവം
വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പത്രോസിന്റെ അഭിപ്രായം പറഞ്ഞു, തോമസിന്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവർക്ക് വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവാനുഭവം. മറ്റു രണ്ടുപേരെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എമ്മൗസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാരായിരിക്കാം. അവർക്കും വെളിപ്പെടുത്തിയ ആ ദൈവാനുഭവം അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല ദൈവാനുഭവം പങ്കുവയ്ക്കലിന് ശേഷവും നമുക്കറിയാം, പത്രോസ് പറയുന്ന ഒരു വേദന ഉള്ള വാക്കാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒത്തിരിയേറെ ഉൾക്കാഴ്ചകളും ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകളും ദർശനങ്ങളും നേരിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ കണ്ടതിന് ശേഷവും വീണ്ടും പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പറഞ്ഞു തീരുന്ന താമസം അവന്റെ കൂടെ മറ്റുള്ളവരും മീൻ പിടിക്കാൻ പോവുകയാണ്. എന്നാൽ ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് വചനം വ്യക്തമായി പറയുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവാനുഭവം ഇത്രമാത്രം നമുക്ക് കിട്ടിയിട്ട് ഇനിയും എനിക്ക് ഈ ദൈവത്തെ ഒന്നും വേണ്ട, ഈ ദൈവാനുഭവമൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് നീങ്ങുന്ന ഞാനും നീയും ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കിട്ടുന്നത് ക്ഷീണവും നിരാശയും വേദനയും തകർച്ചയും അസ്വസ്ഥതയും ഒക്കെയാണ്. എന്നാൽ നമുക്ക് ലഭിക്കേണ്ടത് യഥാർത്ഥമായ യേശുവിന്റെ സാന്നിധ്യം തന്നെയാണ്. യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് നമുക്ക് ആവശ്യം. എന്തായിരുന്നാലും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർ ഒന്നും കിട്ടാതെ തിരിച്ചു പോരുമ്പോൾ, ഉഷസാകുമ്പോൾ നോക്കുക, യേശുവിന്റെ സ്നേഹം. തന്നെ ഉപേക്ഷിച്ചവരെ, തന്നെ ഇട്ടിട്ട് പോയവരെ തിരക്കി അവൻ കടൽക്കരയിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഈ ചോദ്യം എന്നും നമ്മോട് നാം ചോദിക്കേണ്ടതാണ്. ഈശോ നമ്മോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കൊടുക്കണം. മക്കളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമുക്ക് വല്ലതും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് വല്ലതും സ്വായത്തമാക്കണം. എന്താണ് നമുക്ക് വേണ്ടത്? ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നാം പരിതപിക്കുന്നുണ്ടാവാം, വേദനിക്കുന്നുണ്ടാകാം, നിരാശപ്പെടുന്നുണ്ടാകാം, ദേഷ്യം വരുന്നുണ്ടാകാം. നോക്കുക സഹോദരങ്ങളെ, പലർക്കും ദേഷ്യം വരുന്നതിന്റെ കാര്യം ഇതൊക്കെയാണ്. എന്നാൽ യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു ദേഷ്യവും വരികയില്ല. വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ആശ്വാസം കിട്ടുകയും അതോടൊപ്പം തന്നെ ഒരു ഉണർവും ഉന്മേഷവും കിട്ടുകയും ചെയ്യും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ക്ഷീണിച്ച് നിരാശരായി മടങ്ങുന്ന അവർക്ക് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ വള്ളത്തിന്റെ വലതുഭാഗത്ത് വലയെറിയുക. അവർക്ക് വലയെറിയുവാനുള്ള ശക്തി കിട്ടി. അതെ, ക്ഷീണിച്ചിരിക്കുന്ന മനസ്സാണോ നിന്റേത്? നിരാശയുടെ മനസ്സാണോ നിന്റേത്? വചനം കേൾക്കുക. വചനം കേൾക്കുമ്പോൾ ഉണർവുണ്ടാകും, ഉന്മേഷമുണ്ടാകും, പുതിയ ശക്തി നിന്നിൽ അവൻ നിവേശിപ്പിക്കും. നീ കഴുകനെപ്പോലെ ചിറകടിച്ചുയരും. നോക്കുക, അങ്ങനെ വചനം കേട്ട മാത്രയിൽ പത്രോസ് അവനെ അനുസരിച്ച് വലയിറക്കുകയാണ്. ആ വലയിൽ എന്തുമാത്രം കിട്ടിയെന്ന് നമുക്കറിയാം. വല നിറയെ അവന് മീൻ കിട്ടി. വല നിറയെ കിട്ടിയപ്പോൾ അത് അവന്റെ മിടുക്കാണെന്ന് അവൻ വിചാരിച്ചില്ല. അവൻ അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ ഇതാ യോഹന്നാൻ പറയുകയാണ്, അത് കർത്താവാണ്. നിനക്ക് അസാധ്യമായിട്ടത് പലതും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അതെല്ലാം നിന്റെ മിടുക്കാണ്, എന്റെ മിടുക്കാണ് എന്ന് പറയാതെ ഇതിന്റെ എല്ലാം കാരണക്കാരൻ കർത്താവാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവനെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നാം സാക്ഷ്യപ്പെടുത്തണം. അത് കർത്താവാണ് എന്ന് പറഞ്ഞ മാത്രയിൽ പത്രോസ് അവന്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ആ വലിയ വെമ്പലോടെ എടുത്തു ചാടി നീന്തുകയും വള്ളം വലിച്ചു വരുന്നവരെ അവന് സഹിക്കാനാവില്ല. അവന് കർത്താവിന്റെ സാന്നിധ്യം തേടണം. എല്ലാം ഉപേക്ഷിച്ച് അവൻ കർത്താവിന്റെ സാന്നിധ്യം തേടണം. ഒരിക്കൽ കൂടി എന്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുള്ള അവന്റെ നെട്ടോട്ടമായിരുന്നിരിക്കാം അത്. അതേ സഹോദരങ്ങളെ, നമ്മളൊക്കെ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരേണ്ടിയിരിക്കുന്നു. ഈ നോയമ്പ് കാലം ഒരിക്കൽ കൂടി ചിന്തിക്കുവാൻ നമുക്കിടയാകട്ടെ. നാം ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ ലഭിച്ചവരായിരിക്കാം. എന്നിട്ടും നാം വീണ്ടും മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ? നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, ദൈവത്തിന്റെ സ്വരം കേൾക്കാം.
ദൈവവചനത്തിലൂടെ വീണ്ടും ശക്തി ആർജിക്കാം. വീണ്ടും സമൃദ്ധി നിറയെ നമ്മെ തേടി വരുന്ന ആ നല്ല ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം. അവന്റെ സ്വരം കേട്ട് അവനെ അനുസരിക്കാം. അവനാണെന്ന് മനസ്സിലാക്കി അവന്റെ മാറോട് ചേരാം. അവന്റെ കാൽക്കൽ അണയാം. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് അവന്റെ സന്നിധി അണഞ്ഞ് അവനിൽ നിന്ന് ആ സാലോക്യം പ്രാപിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പുത്തൻ ചൈതന്യം ഇന്നെന്നുള്ളിൽ, ഒരു പുത്തൻ സ്നേഹം ഇന്നെന്നുള്ളിൽ, ഒരു പുത്തൻ ചൈതന്യം ഇന്നെന്നുള്ളിൽ, ഒരു പുത്തൻ സ്നേഹം ഇന്നെന്നുള്ളിൽ. എൻ ഹൃദയം മാറ്റി മാറ്റി മാംസളമായി മാറ്റി മാറ്റി, എൻ ഹൃദയം മാറ്റി മാറ്റി മാംസളമായി മാറ്റി മാറ്റി, എല്ലാരെയും ഉൾക്കൊള്ളും ഹൃദയമേകി എന്നിൽ, എല്ലാരെയും ഉൾക്കൊള്ളും ഹൃദയമായി. കൈകൾ കൊട്ടിപ്പാടും ഞാൻ, കൈകൾ വീശിയാടും ഞാൻ, കർത്തനെ സ്തുതിച്ചിടും, കർത്തനെ സ്തുതിച്ചിടും. കൈകൾ കൊട്ടിപ്പാടും ഞാൻ, കൈകൾ വീശിയാടും ഞാൻ, കർത്തനെ സ്തുതിച്ചിടും, കർത്തനെ സ്തുതിച്ചിടും.